സി പി, അങ്ങ് ഒരു മുതിർന്ന പത്രപ്രവർത്തകനാണ്. ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നു. വയനാട് ടൗൺഷിപ്പിൽ, പണിയുന്ന ടൗൺഷിപ്പിൽ ഒരു വീട്ടിൽ വിള്ളൽ കണ്ടു എന്നൊരു ആരോപണം ഉയർന്നു വന്നു. അതിൽ മന്ത്രി അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് അത് ഉരച്ച് കാണിച്ചു കൊടുത്തു. അതിനോട് പ്രതികരിക്കാം, അവിടെ വിള്ളൽ തന്നെയാണ് എന്ന് വാദിക്കാം. പക്ഷേ ഉണ്ടായത് അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്ന, അദ്ദേഹത്തെ ഇകഴ്ത്തുന്ന, വ്യക്തിത്വ ഹത്യ നടത്തുന്ന പരാമർശങ്ങളാണ്. അത് ഏതെങ്കിലുമൊക്കെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിൽ അവിടെ നിന്നൊക്കെ ഉണ്ടായി എന്നല്ല, ഏതെങ്കിലും തലത്തിലുള്ള പ്രവർത്തകരിൽ നിന്നുണ്ടായി എന്നല്ല. അത് കോൺഗ്രസിൻ്റെ ഒക്കെ സമുന്നത നേതാക്കൾ തന്നെ അത് പങ്കിടുക ഉണ്ടായി. നാടകം എന്നാണ് പ്രതിപക്ഷ നേതാവ് അതിനെ വിശേഷിപ്പിച്ചത്. ഒപ്പം തന്നെ നിർമ്മാണത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ബിൽഡിംഗ് പണിക്കാരനെ കിട്ടിയിരിക്കുന്നു കേരളത്തിന് എന്നാണ് യുവമുഖമായ ചാണ്ടി ഉമ്മൻ പറഞ്ഞത്. അപ്പോൾ ഒരു തലമുറയിലെ നേതാക്കൾ മാത്രമല്ല, അടുത്ത തലമുറയിലെ നേതാക്കളും അത് പറയുന്ന തരത്തിലേക്ക് എത്തി. ഇത്തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ സംവാദങ്ങൾ ജീർണിക്കുന്ന ഒരു കാഴ്ചയാണ് എന്ന് ആളുകളെ കൊണ്ട് പറയിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. വസ്തുതാപരമായി ഉള്ള വിമർശനം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് ബാധ്യതയുണ്ട്. അതിൽ ചിലപ്പോൾ തിരിച്ചടികൾ ഒക്കെ ഉണ്ടാകാം. അതിന് നേരിട്ട് മുന്നോട്ട് പോകാനും ഉള്ളൊരു ആനുകൂല്യം, രാഷ്ട്രീയ ആനുകൂല്യം ജനങ്ങൾ കൊടുക്കുകയും ചെയ്യും. പ്രതിപക്ഷം ഒരു വിമർശനം ഉന്നയിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ടായാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പരാമർശം നടത്തേണ്ടി വന്നത്? മന്ത്രി നടത്തിയ വൈകാരികമായ പ്രതികരണത്തിന് ശേഷമെങ്കിലും ഇത്തരത്തിലല്ല പെരുമാറേണ്ടത് എന്നൊരു അഭിപ്രായം കോൺഗ്രസിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? സി പി. പ്രിയപ്പെട്ട എം പി, എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ പി കെ ഗോവൻ പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് തന്നെ ഞാൻ തുടങ്ങാം. ശ്രീ ഗോവൻ ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്ന ആളാണ്. അദ്ദേഹം ഒരേ സമയം വലിയ രാഷ്ട്രീയ നേതാവും, യുവതലമുറയിൽപ്പെട്ട വലിയ രാഷ്ട്രീയ നേതാവും, അതേസമയം തന്നെ വലിയ സാംസ്കാരിക രംഗത്ത് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും നല്ല ഒരു ഇടപെടുന്ന, വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരാളുമാണ്. അദ്ദേഹം നടത്തിയ രാഷ്ട്രീയമായ പരാമർശങ്ങളോടെ എനിക്ക് ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. പ്രത്യേകിച്ചും തൊഴിലാളികളെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് മുണ്ടക്കൈ ചൂരൽമലയിൽ സംഭവിച്ചത്? അതിനകത്ത് ആദ്യം ഇന്ന് ശ്രീ കെ രാജൻ, പ്രിയപ്പെട്ട നമ്മുടെ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ നടത്തിയ പത്രസമ്മേളനം. ആ പത്രസമ്മേളനം എന്തിനാണ് അദ്ദേഹം നടത്തിയത്? അതിന് ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? നമ്മളൊന്ന് മനസ്സിലാക്കണം. ശ്രീ കെ രാജൻ AIYF-ന്റെ ഒരു നേതാവല്ല, അദ്ദേഹം AISF-ന്റെ നേതാവുമല്ല, അദ്ദേഹം CPI-യുടെ പോലും നേതാവല്ല. അദ്ദേഹം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ അദ്ദേഹം ചൂരൽമലയിൽ പോയി എന്തെങ്കിലും തകരാറ് കണ്ടെത്തിയ ഒരു വീടിന്റെ അകത്ത് കയറി, അദ്ദേഹം ഒരു മേശയുടെ പുറത്ത് കയറി അവിടെ വരച്ച് കാണിക്കുകയോ എന്ത് കാണിച്ചാലും നമുക്ക് ക്ഷമിക്കാം. അദ്ദേഹം പോയത് രഹസ്യമായിട്ടുമല്ല, അദ്ദേഹം മാധ്യമങ്ങളുടെ പിന്തുണയോടെ മാധ്യമ സംഘങ്ങളെ കൂട്ടി മാധ്യമങ്ങൾക്കൊപ്പമാണ് അദ്ദേഹം അവിടെ പോയത്. അദ്ദേഹം ഒരു റവന്യൂ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ആ നിലവാരത്തിൽ പ്രവർത്തിക്കേണ്ടതായിരുന്നോ അതെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു വലതുപക്ഷ മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിലെ എണ്ണം പറഞ്ഞ നേതാക്കന്മാർ ഇരുന്ന വകുപ്പാണ് റവന്യൂ വകുപ്പ്. ശ്രീമതി KR ഗൗരിയമ്മ, ശ്രീ KM മാണി തുടങ്ങിയ ലബ്ധപ്രതിഷ്ഠരായ വളരെ മുതിർന്ന നേതാക്കന്മാർ ദീർഘകാലം കൈകാര്യം ചെയ്ത ഒരു വകുപ്പ്. ശ്രീ കെ രാജന് തൊട്ട് മുമ്പ് പുതുതലമുറയിൽപ്പെട്ട ശ്രീ അടൂർ പ്രകാശ് ഇരുന്ന വകുപ്പ്. തീർച്ചയായിട്ടും ശ്രീ കെ രാജന്റെ കഴിവിലോ അദ്ദേഹത്തിന്റെ ഭരണത്തിലോ ഒന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ ഒരു കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ദുരന്ത മേഖലയിൽ, ഒരു ദുരന്ത സ്ഥലത്ത്, അതും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ട് പിറകിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചിട്ടവട്ട അല്ലെങ്കിൽ അതിന്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അതിന്റെ നിയമപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരിക്കലും ഒരു മന്ത്രി പ്രവർത്തിക്കാൻ പാടില്ല. അത്യാവശ്യം സ്വകാര്യത അല്ലെങ്കിൽ അദ്ദേഹം അത്യാവശ്യം ഇത് മാന്യത പുലർത്തേണ്ടതിന് പകരം അദ്ദേഹം മാധ്യമ സംഘത്തെ കൂട്ടിക്കൊണ്ട് ചൂരൽമലയിൽ പോയി അവിടെ ഒരു വീടിന്റെ മുകളിൽ വരച്ചു വെച്ചത് പെൻസിൽ കൊണ്ടാണ് എന്ന് പറയാൻ ഒരു റവന്യൂ മന്ത്രി മെനക്കെടാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. അതിന് കാരണം, ഒന്ന്, നേരത്തെ ശ്രീ ഗോവൻ പറഞ്ഞതുപോലെ ഈ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലെ വീടുകളുടെ നിർമ്മാണത്തിന് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കേരളത്തിലെ തന്നെ
ഏറ്റവും വലിയ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ചും CPM പോലെയുള്ള ഒരു പാർട്ടിക്ക് സമ്പൂർണ്ണ ആധിപത്യവും നിയന്ത്രണവുമുള്ള ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു വലിയ പ്രസ്ഥാനമാണ്. രണ്ട്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കണ്ട് നടത്തുന്നതിന് അല്ലെങ്കിൽ അതിനകത്ത് അവരെ തിരുത്തുന്നതിന് കിഫ്കോൺ എന്ന് പറഞ്ഞ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നിർമ്മാണ വൈകല്യമോ മറ്റെന്തെങ്കിലും കുഴപ്പമോ ഉണ്ടെങ്കിൽ അത് മന്ത്രി പോയി മേശപ്പുറത്ത് കയറിയുന്നത് പെൻസിൽ മാർക്കാണോ കോൺക്രീറ്റ് ക്രാക്കാണോ എന്ന് പരിശോധിക്കുകയല്ല വേണ്ടത്. അതിന് പകരം ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ, അത് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ നിൽക്കുന്നെങ്കിൽ പോലും അദ്ദേഹം കാവൽ മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അതിന് സമ്മൻ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കിഫ്കോൺ എന്ന് പറഞ്ഞ എന്ന എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അദ്ദേഹത്തിന് വിളിച്ചു വരുത്തി അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കാം. അതിന് പകരം മന്ത്രി തന്നെ നേരിട്ട് പോയി ഒരു മേശപ്പുറത്ത് കയറി നിന്ന് ഒരു സാൻഡ് പേപ്പർ ഇട്ട് ഉരച്ചു നോക്കിയിട്ട് അത് മാധ്യമങ്ങൾ വഴി സംപ്രേഷണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു റവന്യൂ മന്ത്രിയുടെ നിലവാരത്തിൽ യോജിക്കുന്നതല്ല എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, അദ്ദേഹം ഒരു യുവജന സംഘടനയുടെയോ ഒരു വിദ്യാർത്ഥി സംഘടനയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പ്രതിനിധിയല്ല. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. ഇനി രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിനെയാണ് ശ്രീ NB ചന്ദ്രശേഖരനും ഡോക്ടർ ഗോവനും PK ഗോവനും വിമർശിച്ചത്. കോൺഗ്രസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ കോടാനുകോടി പ്രവർത്തകരുള്ള ഒരു പ്രസ്ഥാനമാണത്. അതിൽ ആർക്ക് വേണമെങ്കിലും, ഇപ്പം ഞാൻ അടക്കമുള്ള ആളുകൾ ഇന്ന് രാവിലെ ഇന്നലെയും ഇന്നും ഒക്കെ ഈ പറഞ്ഞ വീഡിയോ കണ്ട് ഒരു പരിധിവരെ ആസ്വദിച്ച ആളുകളുമാണ്. ഏതെങ്കിലും കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട AICC ഭാരവാഹികളോ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട KPCC ഭാരവാഹികളോ കേരളത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു കോൺഗ്രസ് MPയോ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ MLAയോ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട തസ്തികയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ സ്വകാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പിന്നീട് ആരെങ്കിലും ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള നവമാധ്യമ രംഗത്ത് വിപ്ലവകരം സൃഷ്ടിക്കുന്ന കാലത്ത് നൂറുകണക്കിന് ആളുകൾ അവർക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ ഉണ്ടാക്കും. ആ വീഡിയോകൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ, ഒരു മണ്ഡലം പ്രസിഡന്റോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഞാനടക്കമുള്ള ഒരു സാധാരണ കോൺഗ്രസ് അനുഭാവി പോലുമോ ഒരുപക്ഷെ അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുന്നിരിക്കാം. ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾ അത് ഷെയർ ചെയ്തിട്ടുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു KTA പോലുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ആസ്വദിച്ച ഒരാളാണ് എന്ന് പറഞ്ഞതുപോലെ രാജനെ ഒരു കൂലിപ്പണിക്കാരന്റെ ഉത്സവപ്പറമ്പിലെ കൗതുകകരമായ അല്ലെങ്കിൽ രസകരമായ അനൗൺസ്മെന്റ് അതിന്റെ മാതൃകയിൽ ഒരു വീഡിയോ ചെയ്യാനുള്ള അവസരം ഒരിക്കലും K. രാജൻ കാണിക്കരുതായിരുന്നു എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം.